എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. ഇത് ആരംഭിച്ച സമയത്ത് എനിക്ക് എൻട്രി ചെയ്യാൻ സാധിച്ചില്ല. എനിക്കതിനകത്ത് വലിയ പാണ്ഡിത്യവും അറിവുമില്ല. അപ്പൊ നമ്മളുടെ കൊച്ചന്മാരാണ് എന്നെ പിടിച്ചതിനകത്ത് കയറ്റി വെച്ചിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇതിനകത്ത് ടോക്കിന് പോകാറുണ്ട്, സൂം മീറ്റിങ്ങിൽ പോകാറുണ്ട്. പക്ഷെ കൊച്ചന്മാരെ സഹായിക്കും. അങ്ങനെയാണ് കയറുന്നത്. ഇപ്പോഴും ഞാൻ അവരുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. നമുക്ക് നല്ലൊരു വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കാൻ തന്നിരിക്കുന്നത്. ഫ്രാൻസിസ്കൻ ആധ്യാത്മികത ഒരു പുനർവായന. അതാണ് നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു വർഷം ഫ്രാൻസിസ്കൻ ജൂബിലി വർഷമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഈ ലോകത്തോട് വിട വാങ്ങിയിട്ട് 800 വർഷമാകുന്നു. 1226 വിശുദ്ധൻ മരിച്ചത്. ഇത് 2026, അതുകൊണ്ട് തന്നെ 800 വർഷം. ആ ഒരു വർഷമാണ് ഇപ്പോൾ പരിശുദ്ധ പിതാവ് ജൂബിലി, ഫ്രാൻസിസ്കൻ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജാനുവരി 10 തൊട്ട് 27 ജാനുവരി 10 വരെ ഈ വർഷങ്ങളിൽ, ഇതിപ്പോ 26 ഇതിനു മുൻപുള്ള 2-3 വർഷങ്ങളിലും ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം ആഗോള സഭയിലും ലോകത്തെമ്പാടും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. 1223 ലോകത്തിൽ ആദ്യമായിട്ട് കർത്താവിന്റെ മനുഷ്യാവതാരം ആവിഷ്കരിച്ചുകൊണ്ട് ഗ്രേച്ചിയോയിൽ ക്രിബ് ഉണ്ടാക്കിയത് ഫ്രാൻസിസ് ആദ്യമായിട്ട് 1223. 2023 നമ്മൾ അതിന്റെ 800 വർഷം ആഘോഷിച്ചു. 1224 ഫ്രാൻസിസിന് പഞ്ചക്ഷതം ലഭിക്കുന്നത്. അൽവേർണോയില് ഫ്രാൻസിസ് പ്രാർത്ഥിക്കുന്നതിനായിട്ട് പോകുന്നു. നമ്മുടെ കർത്താവിന്റെ 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയെയും അനുകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് അൽവേർണയിലെ ഗുഹയിൽ പ്രാർത്ഥിക്കുന്നതിനായിട്ട് പോകുന്നു. 40 ദിവസവും 40 രാവും അവിടെ. ആ സമയത്താണ് വിശുദ്ധന് ലോകത്തിൽ ആദ്യമായിട്ട് ഒരു വ്യക്തിക്ക് കർത്താവിന്റെ ആ തിരുമുറിവുകൾ ലഭിക്കുന്നത്. പഞ്ചക്ഷതം 1224 അതിന്റെ 800-ാം വാർഷികം നമ്മൾ 2 വർഷം മുമ്പ് 2024 ആചരിച്ചു. 1225 ഫ്രാൻസിസ് കാൻഡിക്ലോ ബ്രദർ സൺ എഴുതിയത്. ലോകത്തിലെമ്പാടുമുള്ള ആ സൃഷ്ടികളെ എല്ലാവരെയും വിളിച്ചിട്ട്, അത് സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, വെള്ളമുണ്ട്, തീയുണ്ട്, മരണമുണ്ട്, എല്ലാത്തിനെയും വിളിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം പറയുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാൻഡിക്കിൾ ഓഫ് ബ്രദർ സൺ ഫ്രാൻസിസ് രചിച്ചത് 1225. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലൗദാത്തോ സി എല്ലാം നമുക്കുണ്ടായത്. അത് കഴിഞ്ഞിട്ട് 1226, 800 വർഷം ഫ്രാൻസിസ് മരിച്ചിട്ട്. ഇതൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ പറയുകയാണ്. ഇനി ഫ്രാൻസിസിന്റെ ആധ്യാത്മികതയിലോട്ട് കടക്കുകയാണെങ്കിൽ വളരെ കറക്റ്റായിട്ട് സ്റ്റാൻലിച്ചിനോട് പറയുകയുണ്ടായി, ഫ്രാൻസിസ് പഠനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. പക്ഷെ അതേ സമയത്ത് he was not an intelligent man, but he had a tremendous sense of intuition. Intuition means to grasp things without reasoning. അതൊരു വലിയ അനുഗ്രഹം ഫ്രാൻസിസിനുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിസിൽ ഫ്രാൻസിസ് സ്ഥാപിച്ച സഭയിൽ ചില ആധ്യാത്മിക മൂല്യങ്ങളെ അദ്ദേഹം മുറുകെ പിടിക്കുകയും അത് തൻ്റെ അനുയായികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. The first value is primacy of prayer. ഫ്രാൻസിസ് എഴുതി, the grace of prayer is something which my brothers must seek before everything else. വേറെ ഏത് ഗ്രേസ് തമ്പുരാനിൽ നിന്നും അപേക്ഷിക്കുന്നതിന് മുൻപ് one must pray for the grace of prayer. അപ്പോസ്തലന്മാർ കർത്താവിനോട് പ്രാർത്ഥിച്ചതുപോലെ ലോർഡ് ടീച്ച് മീ ടു പ്രേ. ഫ്രാൻസിസ് പറഞ്ഞു, സഹോദരരെ, നിങ്ങൾ ഓരോരുത്തരും കർത്താവിനോട് പ്രാർത്ഥിക്കണം, ലോർഡ് ടീച്ച് മീ ടു പ്രേ. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വാല്യൂ, ഗ്രേസ് ഓഫ് പ്രേയർ. ആൻഡ് അദ്ദേഹത്തിന്റെ നിയമാവലിയിൽ അദ്ദേഹം എഴുതി, everything must be subservient to prayer and devotion. Everything, whatever ministry you may undertake, everything must be subservient to prayer and devotion. സ്റ്റാൻലിച്ചിന് ഇവിടെ കാഷ്വലായിട്ട് വിശുദ്ധ ആന്റണിയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ആന്റണി വലിയ പ്രാസംഗി, അദ്ദേഹം അഗസ്റ്റീനിയൻ ആയിരുന്നല്ലോ.
ഫ്രാൻസിസ്കൻ സഭയിൽ വന്ന് ഒരു ദിവസം പ്രസംഗിക്കുവാനുള്ള അവസരം ലഭിച്ചു. ആ പ്രസംഗത്തിന്റെ പാണ്ഡിത്യം മനസ്സിലാക്കിയിട്ട് മറ്റു സഹോദരന്മാർ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ആന്റണി, ഞങ്ങളെ ദൈവശാസ്ത്രം പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. അന്നേരമാണ് ആന്റണി പറഞ്ഞു, പിതാവിന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പഠിപ്പിക്കുകയുള്ളൂ. അങ്ങനെ അവർ പോയി ഫ്രാൻസിസിനെ കണ്ടു പറഞ്ഞു. ഫ്രാൻസിസ് അങ്ങനെ ഒരു എഴുത്ത് ആന്റണിക്ക് എഴുതി. അതിലിങ്ങനെ എഴുതി: ടു ആന്റണി മൈ ബിഷപ്പ്, it pleases me that you teach sacred scripture to my brothers as long as it is subservient to prayer and devotion. അങ്ങനെയാണ് എഴുതിയത്. ആ ടു മൈ ബിഷപ്പ് എന്ന് പറയാനുണ്ടായിരുന്ന കാരണം എല്ലാ തിയോളജിയൻസിനെയും ഫ്രാൻസിസിന് വലിയ ബഹുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആന്റണി അങ്ങനെ വിളിച്ചത്. ടു ആന്റണി മൈ ബിഷപ്പ്, ഇറ്റ് പ്ലീസസ് മീ ദാറ്റ് യു ടീച്ച് സേക്രഡ് സ്ക്രിപ്ചർ ടു മൈ ബ്രദേഴ്സ് as long as it is subservient to prayer and devotion. അത് ഫ്രാൻസിസ് ഇൻസിസ്റ്റ് ചെയ്തു. അതൊരു വലിയ വാല്യൂ ആയിരുന്നു. അതുകൊണ്ടാണ് ഫ്രാൻസിസിനെ കുറിച്ച് ഫ്രാൻസിസിന്റെ ബയോഗ്രാഫർ തോമസ് സെലാനോ എഴുതി, ഫ്രാൻസിസ്കുസ് നോൺ താം ഓരാൻസ് സെദോ റാസിയോ ഫാക്ടൂസ് est. Francis was not praying, but he was prayer itself. So that was a beautiful example that he has given to his children, the friars, the primacy of prayer. And that is reiterated by the council. Fidelity to prayer or its abandonment is the criterion for the vitality or decadence of religious life. ഫ്രാൻസിസ് അന്ന് പറഞ്ഞ primacy of prayer, രണ്ടാം വാറ്റിക്കൻ കൗൺസിൽ അത് കോട്ട് ചെയ്യുന്നുണ്ട്. Fidelity to prayer or its abandonment is a criterion for the vitality or decadence of religious life. Well, that is the first primary value that Francis has bequeathed to us. And that has no change. We have to adapt it, but it has to be always a prayer. From the presence of the Lord to the presence of the people, and from the presence of the people back to the presence of the Lord. അപ്പോൾ അതാണ് ഒരു വലിയ വാല്യൂ ഫ്രാൻസിസ് തന്നിരിക്കുന്നത്. രണ്ടാമത്തെ വാല്യൂ ഫ്രറ്റേണിറ്റിയാണ്. ദ ഫ്രാൻസിസ്കൻ ഫ്രറ്റേണിറ്റി. അത് ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വാല്യൂ ആയിരുന്നു. അദ്ദേഹം എഴുതി വെച്ചു, ഇഫ് എ മദർ ലവ്സ് ആൻഡ് ചെറിഷസ് ഹെർ സൺ അക്കോർഡിംഗ് ടു ദ ഫ്ലെഷ്, ഹൗ മച്ച് മോർ ought we to love one another who is my brother or sister according to the spirit. ഒരമ്മ സ്നേഹിക്കുന്നതിലും ഹൃദ്യമായിട്ട് ഊഷ്മളമായിട്ട് സഹോദരരെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് ഫ്രാൻസിസ് എഴുതി വെച്ചു. അതുകൊണ്ട് ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയുടെ അല്ലെങ്കിൽ ഫ്രാൻസിസ്കൻ സിദ്ധിയുടെ ഒരു പില്ലർ എന്ന് പറയുന്നത് ഫ്രറ്റേണിറ്റിയാണ്. അതിനപ്പുറമൊന്നുമില്ല. അത് ഫ്രാൻസിസ് ജീവിതത്തിൽ അത് കാണിച്ചു. അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ ഫോർ ഹിസ് ബ്രദേഴ്സ്. നമുക്കറിയാം ലെജൻഡ് ഓഫ് പെറൂജിയ, അതൊരു ഹജിയോഗ്രാഫിയാണ്. അതിൽ ഫ്രാൻസിസ് ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിഡ്നൈറ്റ്, വൺ ബ്രദർ ഈസ് ക്രൈങ് ഔട്ട്, ഐ ആം ഡൈയിങ്, ഐ ആം ഡൈയിങ്. ഫ്രാൻസിസ് ഗോട്ട് അപ്പ്, ആസ്ക്ഡ് ദ ബ്രദർ, മൈ സൺ, വൈ വെർ യു ക്രൈയിങ്? ആ ബ്രദർ പറഞ്ഞു, പിതാവേ, ഞാൻ വിശന്നിട്ട് എൻ്റെ കുടല് കരിയുന്നു, ആ വിശപ്പ് കൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞു. ഉടനെ ഫ്രാൻസിസ് എല്ലാ സഹോദരന്മാരെയും വിളിച്ച് സൂപ്പ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. ആ സഹോദരനെ കൂടെ ഇരുത്തി കൊടുത്തു. അപ്പൊ ആ സഹോദരനെ ഒറ്റയ്ക്കായിട്ടാണെങ്കിൽ അവനൊരു ചെറിയ കുറ്റബോധം തോന്നിയേക്കാം. എല്ലാവരെയും വിളിച്ചു കൂട്ടി. അതുപോലെ തന്നെ ഒരു സഹോദരൻ ബ്രദർ സിൽവസ്റ്റർ വളരെ അനീമിക്കാണെന്ന് കണ്ടപ്പോൾ ഫ്രാൻസിസ് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് അടുത്ത മുന്തിരിത്തോട്ടത്തിൽ പോയി അവിടെ അനുവദനീയമായിട്ടുള്ള മുന്തിരിപ്പഴമെല്ലാം പറിച്ച് ആ സഹോദരന് കൊടുക്കുന്നു. അതുമാത്രമല്ല, ഒരു വ്യക്തി ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ എത്രത്തോളം കരുതലോട് കൂടിയിട്ട് ആ സഹോദരനെ ചേർത്ത് പിടിക്കണം എന്ന് ഫ്രാൻസിസ് പഠിപ്പിച്ചു. അദ്ദേഹം എഴുതി, ഇഫ് എനി ബ്രദർ അറ്റ് ദ ഇൻസ്റ്റിഗേഷൻ ഓഫ് ദ എനിമി sin mortally, let him have recourse to his minister. The minister should receive him humbly and charitably, and show such familiarity that the brother may deal with the minister
as master with his servant, for so it ought to be. The minister should be the servant of all. ഇത് ഫ്രാൻസിസ് എഴുതിയത് ആ ക്ലാസിസവും ഫ്യൂഡലിസവും അങ്ങ് തഴച്ചു വളർന്നിരുന്ന ആ 13-ാം നൂറ്റാണ്ടിലാണ്. ഇന്നാണ് നമുക്ക് മനസ്സിലാവും. ആ സമയത്ത് ഫ്രാൻസിസ് എഴുതി വെക്കുകയാണ്, if any brother at the instigation of the enemy sin mortally, let him have recourse to his minister, and the minister should receive him humbly and charitably, and show such a familiarity that the brother may deal with the minister as a master with his servant. For so it ought to be. The minister should be the servant of all. അതാണ് ഞാൻ പറഞ്ഞ, ഒരു ഭയങ്കര ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. Intuition to grasp things without reasoning. That was a great blessing of the Seraphic Father. So that is another value that we Franciscans strive to live and share, the value of fraternity. And Francis has given the best example for us. ഇവിടെ കാഷ്വലായിട്ട് ഞാൻ പറയണം, അത് ബ്രദേഴ്സ് തമ്മിൽ തന്നെ മാത്രമല്ല, ആ ബ്രദേഴ്സിന്റെ അമ്മയോ സഹോദരങ്ങളോ വന്നാൽ അതുപോലെയുള്ള ഒരു കരുതൽ കാണിക്കണം എന്ന് ഫ്രാൻസിസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സഹോദരന്റെ അമ്മ അദ്ദേഹത്തിനെ കാണാൻ വന്നു. ഫ്രാൻസിസ് അത് അറിഞ്ഞു. ഉടനെ കമ്മ്യൂണിറ്റിയെ മുഴുവൻ വിളിച്ചു കൂട്ടി, നമ്മുടെ അമ്മ വന്നിരിക്കുന്നു, അവർ മദർ ഹാസ് കം. ആ അമ്മച്ചി അവിടെ പിടിച്ചിരുത്തി ഇവരെല്ലാവരും കൂടി സംസാരിക്കുന്നു. പോകാൻ നേരത്ത് കൊടുക്കാൻ ഒന്നുമില്ല, അവിടെ ഇരിക്കുന്ന ബൈബിൾ എടുത്ത് അമ്മച്ചി കൊടുത്തു, അമ്മച്ചി ഇത് കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞു. അത് നോട്ട് ഓൺലി ടു ദ ബ്രദേഴ്സ്, ഈവൻ ടു ദ പാരന്റ്സ് ഓഫ് ദ ബ്രദേഴ്സ് ഹിയർ. വെൽ, that is a great value that he has transferred to us. That is the value of fraternity. And the third value of the Franciscan spirituality, I would say, is poverty or minority. ഇപ്പൊ ഞങ്ങളുടെ ഫ്രാൻസിസ്കൻ കാരിസം എന്താണ് എന്ന് ചോദിച്ചാൽ, it is fraternity and minority. These are the two pillars on which the Franciscan order is resting. ആ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ the spirit of poverty. And Francis wrote in his rule, this is the most sublime poverty, which has made you poor in temporal things, but exalted you in virtue. ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം ഒരു മണവാട്ടിയായിരുന്നു. ആ മണവാട്ടിയെ അതുപോലെ ഫ്രാൻസിസ് ബഹുമാനിക്കുകയും ജീവിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ആ പോവർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് ടു ബി അണ്ടർസ്റ്റുഡ് ആസ് ഡെസ്റ്റിറ്റ്യൂഷൻ. നോ, destitution, no, because economical slavery is the biggest slavery, and we never propose or we never encourage that type of destitution. What we require is the attitude of poverty. Poverty is an attitude which emanates from a relationship with the Lord, and then we get ourselves distanced from the world and all the created things. It all depends upon how deep one is united with the Lord. And the practical application എന്ന് പറയുന്നത് that നമ്മളത് കാണിക്കേണ്ടത് in our social relationship. ഫ്രാൻസിസ് തന്റെ അഡ്മോണിഷനിൽ അത് പറയുന്നുണ്ട്. in our social relationship. നമ്മൾ ആശ്രമത്തിന് ചുറ്റുപാടുമുള്ള ധനവാന്മാരുടെ മാത്രം കൂട്ടുകാരായിട്ട് നടന്നാൽ we will be socially isolated. And therefore, in our relationship, we should be one with the poor around us. അതാണ് ഒരു എക്സ്പ്രഷൻ. മറ്റൊരു എക്സ്പ്രഷൻ ഈസ് to have that freedom from want, that I am able to say, I don't require this thing. That's what you call the freedom from want. ഫ്രാൻസിസ് അത് ഇൻസിസ്റ്റ് ചെയ്തു. ഒരു നോവിസ് വന്നുകൊണ്ട് പറയുന്നു, എനിക്ക് പ്രാർത്ഥന ചെല്ലാനായിട്ടുള്ള പ്രാർത്ഥനാ പുസ്തകം വേണം, അതുകൊണ്ട് അത് ഇരിക്കാൻ സ്ഥലം. ഫ്രാൻസിസ് പറഞ്ഞു, this is how you begin, this is how you degenerate.
rather than you must practice freedom from want. And as I said, ഇപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാൻലി അച്ഛൻ ബലവഞ്ചറിനെ കുറിച്ചും മെൻഷൻ ചെയ്തു. ബലവഞ്ചറിനെ തൊട്ട് മുൻപ് ഞാനിവിടെ ആദ്യം പറഞ്ഞു, ഫ്രാൻസിസ്കൻ കാരിസം എന്ന് പറയുന്നത് fraternity and minority, these are the two pillars on which Franciscan edifice remains. That was changed slightly. That was changed actually just prior to Bonaventure by John of Parma. അദ്ദേഹം പറഞ്ഞു നമുക്ക് അല്പം ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോ in virtute et doctrina, in virtute et doctrina, in virtue എന്ന് പറഞ്ഞാൽ പോവർട്ടി ഉണ്ട്, സെലിബസി ഉണ്ട്, ഒബീഡിയൻസ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഇൻ വിർത്തൂത്തെ എത്ത് ഡോക്ട്രീന. പ്രയേഴ്സ് പഠിക്കണം. പ്രയേഴ്സ് ഇന്നത്തെ ലോകത്തിനോട് സംവദിക്കുന്നതിനായിട്ട് ഉള്ള വിധത്തിൽ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ അതിന് ചെറിയൊരു ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോ ഞങ്ങളുടെ ഫ്രാൻസിസ്കൻ മോണസ്ട്രികളിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോ ഈ പൊന്നൂരി കപ്പുച്ചിൻ ആശ്രമത്തിലാണ്. ഇവിടെയും വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇൻ വിർത്തൂത്തെ എത്ത് ഡോക്ട്രീന. അതാണ് ഇന്നത്തെ ഒരു ഐഡന്റിറ്റി. നമ്മൾ വെർച്യൂസ് എല്ലാം പ്രാക്ടീസ് ചെയ്യണം. ദാറ്റ് പില്ലർ മസ്റ്റ് ബി വെരി സ്ട്രോങ്. ദ പില്ലർ ഓഫ് വെർച്യൂ മസ്റ്റ് ബി വെരി സ്ട്രോങ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വി മസ്റ്റ് ബി അക്വൈന്റഡ് വിത്ത് ദ മോഡേൺ ട്രെൻഡ്സ്. Well, these are some of the thoughts that I wanted to share. And എനിക്ക് 25 മിനിറ്റ് ആണ് ക്ലെമന്റ് അച്ഛൻ തന്നത്. I think it is now that time is up. If you have got any doubt on Franciscanism, you are welcome to ask. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി പറയാം. അറിയാത്തതാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് നടത്തിക്കൊണ്ട് മറുപടി കണ്ടെത്താം. So I am stopping here. I just touched upon 2-3 points only. ഇന്നത്തെ ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവുമില്ലാത്ത ആ പ്രൈമസി ഫോർ പ്രയർ, ആ ഫ്രാൻസിസ്കൻ ഐഡന്റിറ്റി ആയിട്ടുള്ള ആ ഫ്രറ്റേണിറ്റി, ആൻഡ് തീർച്ചയായിട്ടും മൈനോറിറ്റി അല്ലെങ്കിൽ പോവർട്ടി. ആൻഡ് ദീസ് ആർ ദ ലാൻഡ് മാർക്സ് ഓഫ് എ ഫ്രാൻസിസ്കൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ അവസാനമായിട്ട് വന്നപ്പോൾ അത് ചെറിയൊരു മോഡിഫിക്കേഷൻ വന്നു, ഇൻ വിർത്തൂത്തെ എത്ത് ഡോക്ട്രീന. And that's where we stand today. And as you know, we Franciscans are 3 main groups. There is the observants, there are the conventuals, and there are the capuchins. And the observants and the conventuals, അവർ സെപ്പറേറ്റ് ചെയ്തത് 1517 1517. അതിനുശേഷം 11 വർഷം കഴിഞ്ഞിട്ടാണ് കാപ്പുച്ചിൻസ് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. 1528 ഞങ്ങൾ കാപ്പുച്ചിൻസ് ഇറങ്ങിപ്പോന്നു. ആൻഡ് റീസൺ ഇവിടെ സമയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഇറങ്ങിപ്പോന്നു എന്നുള്ളത്. ഇഫ് യു ഹാവ് ഗോട്ട് എനി ഡൗട്ട് ഐ ക്യാൻ ക്ലാരിഫൈ ഡെഫിനറ്റ്ലി. We are known as the Testament people in the Franciscan order, the Testament people. And പിന്നെ മറ്റ് TOR ഉണ്ട്, that is a Franciscan regular and Franciscan secular are there. അത് ഫ്രാൻസിസ് എഴുതിയിട്ടുള്ള ആ നിയമാവലി, ഈ അൽമയർ വിവാഹിതർ ഫ്രാൻസിസിനെ പിൻചൊല്ലാൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവർക്കൊരു നിയമാവലി എഴുതി കൊടുത്തു. ദാറ്റ് ഇസ് വാട്ട് വി കോൾ ദ ലെറ്റർ ടു ദ ഫെയ്ത്ത്ഫുൾ. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഒത്തിരി റിലീജിയസ് കോൺഗ്രിഗേഷൻസ് നമുക്ക് ചുറ്റുപാട് FMM ഉണ്ട്, ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ഉണ്ട്, ക്ലാരിസ് സിസ്റ്റേഴ്സ് ഉണ്ട്. യു സേ ദ any number of Franciscan religious congregations are there. They are what you call the Franciscan regular. And അച്ഛന്മാരുടേതായിട്ട് TOR ഉണ്ട്, തേർഡ് ഓർഡർ റെഗുലർ. പിന്നെ ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് ഉണ്ട്, ബോംബെയിൽ ബൊരുള്ളിലുള്ള വലിയ കോളേജൊക്കെ നടത്തുന്ന ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ്. പിന്നെ MMB ഉണ്ട്, മലബാർ മിഷൻ ബ്രദേഴ്സ്. അങ്ങനെ ഒത്തിരി ഒത്തിരി ഫ്രാൻസിസ്കൻ കാരിസം എന്ന് പറയുന്നത് വെരി റിച്ച് കാരിസമാണ്.
He has got so many followers. And that's it. Okay. പ്രിയ ബഹുമാനപ്പെട്ട റോബിൻ ഡാനിയൽ അച്ഛ, അച്ഛന്റെ പ്രസന്റേഷൻ അവതരണം വളരെ ഹൃദ്യവും സജീവമായിരുന്നു. ഇമ്മാവൂസിലേക്ക് പോയ ശിഷ്യരെ പോലെ അച്ഛനെ കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയവും മനസ്സും ജ്വലിക്കുകയായിരുന്നു. അച്ഛൻ വളരെ ലളിതമായി ഹ്രസ്വമായി ആധ്യാത്മികതയെ കുറിച്ച് പറഞ്ഞു. തുടർന്ന് ഫ്രാൻസിസ്കൻ സഭയിലുള്ള വ്യത്യസ്ത വിഭാഗങ്ങളെ കുറിച്ചുള്ള സൂചന നൽകി. ഇനി നമുക്ക് വിശദീകരണത്തിലേക്കും ചോദ്യങ്ങളിലേക്കും പോകാം. Now the floor is open for questions and clarifications. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ആരംഭിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചോദിക്കുന്ന ആൾക്കാർ മാത്രം. ഓക്കെ, റോബിൻ അച്ഛ വളരെ ഗഹനമായ കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് അച്ഛന്റെ അവതരണത്തിന്റെ ഒരു വലിയ പ്രത്യേകത. എനിക്ക് ചോദിക്കാനുള്ള ഈ മറ്റേ ഡൺസ് സ്കോട്ടസിന്റെ ഒരു ഹെസിതാസ് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. അതായത് പൊതു വിഭാഗം ആയിട്ട് കാണാതെ ഓരോരുത്തരെയും അവരവരുടെ അനന്യതയിൽ കാണണം എന്ന് പറയുന്ന ഒരു ചിന്ത. അത് ഈ ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റിയെ ബേസ് ചെയ്താണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്നാണ് പൊതുവെ പറയുക. അച്ഛൻ അതിനെ കുറിച്ചൊന്ന് പറയാം. ഒരു പൊതുവിഭാഗം കാണാതെ ഓരോരുത്തർ അവരുടെ അനന്യതയിൽ കാണണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു പൊരുളാണെന്ന് പറയാറുണ്ട്. ശരി, അതിനെ കുറിച്ച് ഈ ഡൺസ് സ്കോട്ടസിന്റെ എന്താണ് ആർഗ്യുമെന്റോ അല്ലെങ്കിൽ ആ പ്രൊപ്പോസൽസ് ഇൻ ജനറൽ ദ ഫ്രാൻസിസ്കൻ ഓർഡർ ഡിഡ് നോട്ട് അക്സെപ്റ്റ്. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ബട്ട് അദ്ദേഹം മാതാവിന്റെ വലിയൊരു ഭക്തനായിരുന്നു, അതിന് വലിയ പ്രൊപ്പഗേറ്റർ ആയിരുന്നു. പക്ഷെ സ്റ്റാൻലി അച്ഛൻ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതിനെ വാല്യൂ ചെയ്യണം, അതിനെ നർച്ചർ ചെയ്യണം എന്ന് ഡൺസ് സ്കോട്ടസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു യൂണിവേഴ്സൽ ആയിട്ട് ഫ്രാൻസിസ്കൻ ഓർഡർ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഞങ്ങളത് കൂടുതൽ ഫ്രറ്റേണിറ്റിയാണ്. ദാറ്റ് ഈസ് വി ആർ ഓൾ ടുഗദർ ആൻഡ് വി മൂവ് ആസ് എ ഫാമിലി. ആൻഡ് ഡൺസ് സ്കോട്ടസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ചിന്തകനാണ്, വലിയ എഴുത്തുകാരനാണ്. മാതാവിനെ കുറിച്ച് വളരെ എഴുതിയിട്ടുണ്ട്. നമ്മളെ ദേക്കുയിത്ത്, പോത്തുയിത്ത് ആൻഡ് ഓൾ ദോസ് തിങ്സ് ആർ there. But as far as we are concerned, in our mainstream, ഡൺസ് സ്കോട്ടസിന് വലിയ പ്ലേസ് ഇല്ല. ഞങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയും ഡൺസ് സ്കോട്ടസിന്റെ പേരിൽ ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. സ്റ്റാൻലി അച്ഛന് അറിയാൻ പാടാകുമായിരിക്കും ഒരു പക്ഷേ. ഞങ്ങളത് സെന്റ് ലോറൻസ് ഓഫ് ബ്രിൻഡിസിയുടെ പേരിലുണ്ട്, സെന്റ് ബൊനവഞ്ചറിന്റെ പേരിലുണ്ട്, അങ്ങനെയുള്ള സെന്റ് ആൽബർട്ടിന്റെ പേരിൽ, അങ്ങനെയുള്ള ഒരു ലൈനിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. ഡൺസ് സ്കോട്ടസിന് ഞങ്ങൾ അത്ര വലിയൊരു പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ഫ്രാൻസിസ്കൻ സഭയിൽ. ഒരുപക്ഷെ സ്റ്റാൻലി അച്ഛന്റെ സ്പെഷ്യലൈസേഷനിൽ അത് അച്ഛൻ ചോദിക്കാൻ കാരണം ഇങ്ങനെയാണ്. അതായത് ഫ്രാൻസിസിന്റെ ഒരു വലിയൊരു പ്രത്യേകത, ഓരോന്നിനെയും അതിൻ്റെതായ ഓരോന്നും ഒരു സവിശേഷമായ സൃഷ്ടിയാണ്, അതിന് പകരം വയ്ക്കാൻ പറ്റുന്നില്ല എന്ന കാഴ്ചപ്പാട് ഫ്രാൻസിസിന് ശക്തമായിട്ടുണ്ടായിരുന്നു എന്നാണ്. അതാണ് ഈ ഡൺസ് സ്കോട്ടസിനായിട്ടുള്ള ബന്ധം പൊതുവെ പറയുന്നത്. അതെ, ഐഡന്റിറ്റി ഓഫ് ഇൻഡിവിജ്വൽ അല്ലേ? അതെ, അതിനെ റെസ്പെക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ വെരി സെൻസിബിൾ ആറ്റിറ്റ്യൂഡ്. പക്ഷെ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഫ്രാൻസിസിന്റെ എന്തെങ്കിലും ഡോക്യുമെന്റോ എന്തെങ്കിലും റൈറ്റിംഗ്സോ എന്തെങ്കിലും അഡ്മോണിഷൻസോ കണ്ടെത്താൻ സാധിച്ചെന്ന് വരില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ഫാദർ ജോളി കരിമ്പിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. അച്ഛ റോബിൻ അച്ഛ വളരെ നന്നായിരുന്നു അങ്ങയുടെ ഈ ചിന്തകളൊക്കെ. ഈ ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ സെന്റ് ഫ്രാൻസിസ് ഡെത്തിനെ പോലും സിസ്റ്റർ ഡെത്ത് എന്നാണ് സംബോധന ചെയ്യുന്നത്. അതൊരു വളരെ റെയർ ആയിട്ട് കാണപ്പെടുന്ന ആ ഒരു ആധ്യാത്മികതയുടെ ഭാഗമായിട്ട് എനിക്ക് തോന്നി. അതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും. അതൊരു നല്ല ചോദ്യമാണ്. 1226 ഫ്രാൻസിസ് പൊർച്ചുഗൽ തറയിലാണ് കിടക്കുന്നത്. പൊർച്ചുഗൽ നമുക്കറിയാം, പാസിസി പോയ കാണാം ആ ചെറിയ പള്ളി, അതിന്റെ ചുറ്റും ബ്രഹ്മാണ്ഡമായ പള്ളി വളർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ കിടക്കുകയാണ്. ചുറ്റും സഹോദരന്മാരുണ്ട്, ലിയോ ഉണ്ട്, ആഞ്ചലോ ഉണ്ട്, റുഫീനോ ഉണ്ട്, ജായൂസ് ഉണ്ട്, അതുപോലെ തന്നെ എലയാസ് ഉണ്ട്, സിൽവസ്റ്റർ ഉണ്ട്. ഇവരെല്ലാം ചുറ്റും നിൽപ്പുണ്ട്. അവർ വളരെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫ്രാൻസിസ് പൊട്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടുന്നു, സിസ്റ്റർ ഡെത്ത്, സഹോദരി മരണമേ സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട്.
അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ ജനറൽ ആയിരുന്ന എലയാസ്, അദ്ദേഹം അവിടെ ചുറ്റുപാട് നിൽപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, പിതാവേ, ഞങ്ങളെ വിഷമിപ്പിക്കുന്നു. ഈ സമയത്ത് ഈശോ മറിയം ഔസേപ്പെ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു അവസരമാണ്. അതിന് പകരമായിട്ട് അവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പിതാവ് ഫ്രാൻസിസ് പറഞ്ഞു, എന്റെ സഹോദര, ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങ് കാണുകയാണെങ്കിൽ അങ്ങ് എന്നോടൊന്നിച്ച് ചേർന്ന് പാടും. എന്താണ് ഫ്രാൻസിസ് അന്നേരം കണ്ടുകൊണ്ടിരുന്നത്? സ്വർഗം തുറന്നിരിക്കുന്നു, മാലാഖമാർ പരിശുദ്ധ അമ്മയോടൊപ്പം ഫ്രാൻസിസിനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നു. ഇതായിരുന്നു ഫ്രാൻസിസ് കണ്ടത്. നടപടി പുസ്തകം 7-ാം അധ്യായത്തിൽ എസ്തപ്പാനോസിന്റെ ആ ഒരു വിഷൻ പോലെ ഫ്രാൻസിസ് ഇതാണ് കണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, സിങ് വിത്ത് മീ, സിങ് വിത്ത് മീ. ആ മരണസമയത്തും ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട്, ഈ ഒരു ബയാറ്റിഫിക് വിഷൻ കണ്ടുകൊണ്ട് ഇരുന്ന ഫ്രാൻസിസിന് പാടാനല്ലേ പറ്റുള്ളൂ, പാടാനേ പറ്റൂ. അതുകൊണ്ട് എലയാസ് ഫ്രാൻസിസ് മരിച്ചപ്പോൾ എഴുതി, ഫ്രാൻസിസ്കുസ് പൗപ്പറത്ത് ഹ്യൂമിലിസ് ചേളും ദീവസ് ഇൻ ഗ്രേദിറ്റൂർ. എളിയവനും ദരിദ്രനുമായിരുന്ന ഫ്രാൻസിസ് സ്വർഗത്തിലോട്ട് ഒരു വലിയ ധനവാനായിട്ട് കടന്നു. അത് തന്നെ ഫ്രാൻസിസ് മരിച്ചപ്പോൾ അന്നത്തെ ജനറൽ ആയിരുന്ന എലയാസ് ഒരു സർക്കുലർ ലെറ്റർ സഭയ്ക്ക് മുഴുവനുമായിട്ട് എഴുതി, announcing the death of Francis. We have got the copy of it in the archive. In that he said, our brother and father Francis went to the market of heaven this evening with a purse full of gold, gold of his virtues, gold of his merits. He has gone to the market to get for us what we require. That was the death of Francis. What a beautiful death. പാട്ട് പാടിക്കൊണ്ട് മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മരിച്ച ഫ്രാൻസിസ്. Am I clear? ക്ലിയർ. Okay, thank you. ജേക്കബ് സാറ് ചോദിക്കുന്നുണ്ടോ? ആ, അൺമ്യൂട്ട് ചെയ്യേ ജേക്കബ് സാറെ. ആ മനോഹരമായ സന്ദേശം കേട്ട് സന്തോഷമുണ്ട്. ഒരു ചെറിയ Thank you. സംശയം ചോദിക്കുകയാണ്. ആ, ഒരു ചോദിച്ചു. വ്യക്തി ദൈവത്തിന്റെ മുമ്പിൽ എന്താ അത് മാത്രമാണ് അയാളെന്നും അതിനപ്പുറം ഒന്നുമില്ല എന്നും ഫ്രാൻസിസ് പറഞ്ഞിട്ടുണ്ട്. You are what you are before God and nothing more than that. ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അത് പഠിപ്പിച്ചിട്ടുണ്ട്, ഫ്രാൻസിസ് അതിനപ്പുറമല്ല എന്നും ഫ്രാൻസിസ് അതെ. അതിന്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ. അല്ല, അത് നമ്മൾ എന്തായിരിക്കുന്നു, ദൈവത്തിന്റെ മുമ്പിൽ എന്തായിരിക്കുന്നു, നമ്മൾ വേറെ പൊങ്ങച്ചൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. അവിടത്തേക്ക് നമ്മളെ ത്രൂ ആൻഡ് ത്രൂ കാണാൻ സാധിക്കും. അവിടുത്തെ മുമ്പിൽ നമ്മൾ എന്താണ്, with all our deficiencies, with all our merits, what we are before the Lord, that's what we are. There is no point of pretending to be somebody else. അത് ഫ്രാൻസിസിന് ഞാൻ നേരത്തെ പറഞ്ഞു, he had a tremendous sense of intuition to grasp things without reasoning. അത് തന്നെയാണ് അദ്ദേഹം അവിടെ കണ്ടുവച്ചത്. അദ്ദേഹം പറഞ്ഞു, what you are before God, that is what you are. Nothing more than that. വേറെ ഒന്നും പ്രിറ്റൻഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. തമ്പുരാന്റെ മുൻപിൽ what you are, that is you are. അതാണ് ഫ്രാൻസിസ് മീൻ ചെയ്തതും അതാണ് പഠിപ്പിച്ചതും. സെന്റ് പോള് പറഞ്ഞ ഞാൻ എന്തായിരിക്കുന്നോ അത് ക്രിസ്തുവിന്റെ ആണെന്നുള്ള രീതിയിൽ സെന്റ് പോള് പറഞ്ഞിട്ടില്ലേ? അത് തന്നെയാണ് നമുക്ക് കണക്കാക്കാം. ദാറ്റ് ഈസ് ടു സേ there is no ഒരു പൊയ്മുഖം ഒന്നും ദൈവത്തിന്റെ മുൻപിൽ വേണ്ട. വാട്ട് യു ആർ, ദാറ്റ് ഈസ് യു ആർ. നമ്മള് in our transparency we remain before the Lord and he knows what we are. No point in assuming to be somebody else, pretending to be somebody else. Nothing of that. അത് എളിമപ്പെടാനായിട്ട് സഹായിക്കാൻ അല്ലെ? എളിമപ്പെടാനായിട്ട് സഹായിക്കാൻ. അതുകൊണ്ടാണ് ഫ്രാൻസിസിന്റെ prayer, when you see in the Laverna, before the Father of immense majesty, Pater immense majestatis, Francis remains in awe and admiration and cries out, my God and my all. That was his prayer. നമ്മൾ മറ്റുള്ളവരുടെ പ്രയറുകൾ മറ്റൊക്കെ ഇപ്പോ അഹമ്മദ് റസിയുടെ പ്രയറോ കൊച്ചു റസിയുടെ പ്രയറോ ജോൺ അക്ബാറിന്റെ പ്രയറോ അതൊക്കെ വേറെയാണ്. പക്ഷെ ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം ഇതോട് പ്രയർ, before the Father of immense majesty, I remain in awe and admiration and cry out, my God and my all. That's all.
ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ. വേറെ ഒന്നും പ്രിറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പിതാവ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുകയാണ്. പറഞ്ഞോളൂ. ബിൽജു ആഴപ്പിളിച്ചനാണ്. ഞാന് ഇപ്പൊ നമ്മുടെ ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിങ്ങളുടെ സന്യാസ സഭയിൽ തന്നെ ഒരു ലളിത ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചു പോക്ക്, അങ്ങനെ ലളിത ജീവിതം. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിലരൊക്കെ പ്രത്യേകമായിട്ട് എടുക്കുന്നു? അപ്പൊ എന്തെങ്കിലും നിങ്ങളുടെ സന്യാസ സഭയിലെ അങ്ങനെയുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അതായത് ഫ്രാൻസിസ്കൻ സഭയുടെ അതിന്റെ ആ ഒറിജിനൽ കാരിസത്തിലോട്ട്, എ കാരിസം ഓഫ് സിംപ്ലിസിറ്റി, എ കാരിസം ഓഫ് പോവർട്ടി, എ കാരിസം ഓഫ് മൈനോറിറ്റി, അതിലോട്ട് ആളുകൾക്ക് വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ സഭ എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്നുണ്ട്. ആൻഡ് ദേ വിൽ റിമെയിൻ ആസ് ദ ഫ്രാൻസിസ്കൻ വാല്യൂ റേഡിയേഷൻ സെന്റേഴ്സ്. വി അപ്രീഷിയേറ്റ് ഇറ്റ്. അങ്ങനെ നമ്മൾ അച്ഛന്മാർ പോയിട്ടുണ്ട്. അങ്ങ് നാടുകാണിയിലും അങ്ങനെ വാട്ട് യു കോൾ വാഗമണ്ണിലും അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. വി എൻകറേജ് ഇറ്റ്. പരിഹാരത്ത് പോയിട്ടുണ്ട്. വി എൻകറേജ് ഇറ്റ്. ഇപ്പൊ എന്റെ ഇടവകയിലുണ്ട് രണ്ടുപേര്. We definitely encourage it. They remain as the value radiation center. Yes, of course. Original value radiate ചെയ്തുകൊണ്ട് പോകുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ we will have to adapt to the situations here, and as such there will be some what you call എന്താ പറയാ, ഒരൽപ്പം ലൗകികത എന്ന് ഞാൻ പറയുന്നില്ല, but some adaptations will be there. But there are people who are specially called by the Lord to live the Franciscan charism in its originality, and they remain as the Franciscan value radiation centers. Okay, good. Thank you. Thank you. അച്ഛന്റെ ക്ലാസ്സുകൾ വളരെ നിഗ്രഹപ്രദമാണ്. എനിക്കൊരു ചോദ്യം വായിച്ചു കേട്ടിരിക്കുന്നതാണ്. ഫ്രാൻസിസിന്റെ പ്രത്യേക നിയമാവലി അങ്ങനെ സുവിശേഷമായിരുന്നു ഫ്രാൻസിസിന്റെ നിയമം. അപ്പൊ സുവിശേഷം അതേപടി ജീവിക്കാൻ അത് വ്യാഖ്യാനിച്ച് ഡൈല്യൂട്ട് ചെയ്യണ്ട എന്ന് പലപ്പോഴും പറഞ്ഞിരുന്നതായിട്ട്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ സാർ? പറയാലോ. മോഡറേറ്റർ ക്ലെമന്റ് അച്ഛാ, ഈ ചോദ്യം ചോദിക്കുന്നവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നല്ലായിരിക്കും. ജസ്റ്റ് ഒന്ന് പേര് പറയാം. നമുക്ക് ആളെ കാണാൻ പറ്റുന്നില്ല എല്ലാവരും. ഓക്കെ, അങ്ങനെ ചെയ്യാം തീർച്ചയായിട്ടും അച്ഛാ. ഓക്കെ. ഫ്രാൻസിസ് നിയമാവലിയിൽ ഫസ്റ്റ് സെന്റൻസ് ഇങ്ങനെയാണ്: ദിസ് ഈസ് എ റൂൾ ആൻഡ് ലൈഫ് ഓഫ് ദ ഫ്രയേഴ്സ് മൈനർ ടു ലിവ് ദ ഹോളി ഗോസ്പൽ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലിവിംഗ് ഇൻ പോവർട്ടി, ഒബീഡിയൻസ് ആൻഡ് ഇൻ ചാസ്റ്റിറ്റി. ദാറ്റ്സ് ദ റൂൾ. അപ്പൊ ഇതാണ് എഴുതിയിരിക്കുന്നത്, സുവിശേഷത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നിയമം. അപ്പൊ ഈ നിയമവും കൊണ്ട് മാർപ്പാപ്പയെ കാണാൻ പോയി 1119 മാർപ്പാപ്പ ഇന്നസെന്റ് തേർഡിനെ കാണാൻ പോയി. നമ്മളിപ്പോ ലാറ്റൻ ബസിലിക്കയിൽ പോയാൽ ആ സ്റ്റാച്ചു അവിടെ കാണാം. ആ പിയാസയിൽ ഫ്രാൻസിസും കൂട്ടരും വെളിയിൽ നിൽക്കുന്ന മാർപ്പാപ്പ മട്ടുപ്പാവിൽ നിൽക്കുന്നതും. മാർപ്പാപ്പ ഇത് കണ്ടിട്ട് പറഞ്ഞത് എങ്ങനെ ജീവിക്കാനായിട്ടാണ്? ഹൂ ക്യാൻ ലിവ് ദിസ്? You have written that this is the rule and life of the friars minor to live the holy gospel of our Lord. Who can live? About the cardinal of അവിടെ ഉണ്ടായിരുന്ന ഒരു കാർഡിനൽ, ഐ ഫർഗെറ്റ് ഹിസ് നെയിം, he told, if പരിശുദ്ധ പിതാവേ അങ്ങ് പറയുകയാണ് ഇത് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ you are denying the gospel. So please allow them to live that. അങ്ങനെ പെർമിഷൻ കിട്ടിയത്. പക്ഷെ അത് എഴുതി കൊടുത്തില്ല. That is the first rule that we have got. That is 1119 നിയമാവലി. And that's what you call our primitive rule. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്ത റൂൾ വരുന്നത് 21-ലാണ്, 1221. That is called regular non bullata. പോപ്പിന്റെ കൺഫർമേഷൻ ഇല്ലാത്തത്. 1223 ഞങ്ങളുടെ ശരിയായിട്ടുള്ള റൂൾ വരുന്നു. That is called regular bullata. That is it. അപ്പൊ ഇതാണ് ഗോസ്പലാണ് ജീവിക്കേണ്ടത്. And Francis was insisting on that. അതുതന്നെയല്ല, അദ്ദേഹം ആദ്യം ജീവിതം ആരംഭിക്കുന്ന സമയത്ത് ഈ നിയമാവലി എഴുതിയത് സുവിശേഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ എഴുതിക്കൊണ്ടാ പോയത്. അപ്പോ അത് തന്നെയല്ല, ഇദ്ദേഹത്തിനോട് ഇതൊക്കെ അഡാപ്റ്റ് ചെയ്യണം എന്ന് കാർഡിനൽ ഹ്യൂഗളിനോ ആവശ്യപ്പെട്ടു. കാർഡിനൽ ഹ്യൂഗളിനോ എന്ന് പറഞ്ഞാൽ പോപ്പ് ഗ്രെഗറി തന്നെ പിന്നീട് കാർഡിനൽ ഹ്യൂഗളിനോ ആവശ്യപ്പെട്ടു, യു അക്സെപ്റ്റ് വൺ ഓഫ് ദി എക്സിസ്റ്റിംഗ് റൂൾസ്. അഗസ്റ്റിന്റെ റൂളോ പിന്നെ ബെനഡിക്റ്റിന്റെ റൂളോ പക്കോമിയൂസിന്റെ റൂളോ ബാസിലിന്റെ, ഇതിൽ ഏതെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. Francis shouted at the brothers
and the cardinal, the Most High himself has revealed to me that I must live after the manner of the holy gospel of our Lord Jesus Christ. That is the end of it. അദ്ദേഹം ഈൽഡ് ചെയ്തില്ല. അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് തന്റെ അധികാരം വിട്ടൊഴിഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോകുന്നത്. 1221 he renounced. മരിക്കുന്നത് 26 5 വർഷം മുമ്പ്. ആ സമയത്ത് സഭയിൽ 5000-ലധികം അംഗങ്ങളുണ്ട്. മിഷൻ രാജ്യങ്ങളിൽ ആൾക്കാർ പോയിട്ടുണ്ട്. പ്രോവിൻസുകൾ 1217 സ്ഥാപിച്ചു. ഇതെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഫ്രാൻസിസ് റിസൈൻ ചെയ്തു. As for you, I am dead now. And he shouted at the brothers, who are these people who want to snatch away my brothers from my hands? The Most High himself will send his constables to confound you. And as for you, I am dead. എന്നിട്ട് പോയി. Then he said, what is left for me today is to give good example to my brothers. അദ്ദേഹം സ്ഥാനമെല്ലാം ത്യജിച്ച് അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് അങ്ങ് പോവുകയാണ്. What a marvelous life. What a marvelous life that he could. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഭയിലായാലും പ്രസ്ഥാനങ്ങളിലായാലും അതോറിറ്റി എന്ന് പറഞ്ഞാൽ ടു പെർപെച്വേറ്റ് അതോറിറ്റി. They want to perpetuate authority. സഭയിലായാലും കൊള്ളാം, പുറത്തായാലും കൊള്ളാം. പക്ഷെ ഇവിടെ when he was in the zenith of authority and recognition, he renounced everything. As for you, I am dead. Walked off. What a marvelous life. Yes, that is it. Thank you, sir. Thank you very much. Okay, welcome. റോബിൻ അച്ഛാ, ഞാൻ രണ്ട് ചോദ്യങ്ങൾ കൂട്ടി ചോദിച്ചോട്ടെ. സമയമായിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒന്ന്, അച്ഛൻ തന്നെ സൂചിപ്പിച്ചത് ഈ ടെസ്റ്റമെന്റ് പീപ്പിൾ ഇറങ്ങി പോകാനുണ്ടായ സാഹചര്യം. എക്സാക്ട്ലി. പിന്നെ ഫ്രാൻസിസ് പുണ്യാളനെ കുറിച്ച് പറയുന്നതിലെ കുറെ ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നത് കൊണ്ട് is it also at times very difficult to distinguish between what really took place? അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കൊണ്ട് വെറുതെ ഇങ്ങനെ അല്പം പറയുന്നതുമുണ്ടോ? These are my two questions. Very, very, very good question. Testament people. You see, ക്ലെമനച്ച, ഫ്രാൻസിസ് ആദ്യം എഴുതിയ റൂള് 1221 1221 19 ഒരെണ്ണം എഴുതി. അത് പ്രിമിറ്റീവ് റൂൾ. അത് വെറുതെ ഓറലായിട്ട് അപ്രൂവ് ചെയ്തുള്ളൂ. ഫസ്റ്റ് റിട്ടേൺ റൂൾ ഈസ് 1221 24 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് വന്നപ്പോൾ ഇവരാരും അക്സെപ്റ്റ് ചെയ്തില്ല. വി ഡോണ്ട് വാണ്ട് ഇറ്റ്. കാരണം അപ്പോ കാർഡിനൽ പ്രൊട്ടക്ടർ, കാർഡിനൽ ഹ്യൂഗളീനോ, ലേറ്റർ ഓൺ ഗ്രെഗറി ദ നയൻത്, അദ്ദേഹം പറഞ്ഞ് ദിസ് ഡസന്റ് റെസ്പോണ്ട് ടു ദ കാനോനിക്കൽ റിക്വയർമെന്റ്സ്. അങ്ങനെ ഫ്രാൻസിസ് വീണ്ടും വിഡ്രോ ചെയ്യുന്നു. വിഡ്രോ ചെയ്തിട്ട് ഈ പറയുന്ന ഡിമാൻഡുകൾ അനുസരിച്ചുള്ള നിയമാവലി എഴുതുന്നു. ആ നിയമാവലിയാണ് 1223 നിയമാവലി. ആ നിയമാവലിയിൽ 12 ചാപ്റ്ററേ ഉള്ളൂ. മറ്റത് 24 ചാപ്റ്റർ ഉണ്ട്. 12 ചാപ്റ്ററേ ഉള്ളൂ. ഇത് അക്സെപ്റ്റ് ചെയ്തു റെഗുലർ ബുള്ളാത്ത. പക്ഷെ ഇത് അക്സെപ്റ്റ് ചെയ്തു എങ്കിലും ഇത് ഫ്രാൻസിസിന്റെ ഐഡിയൽ അല്ലായിരുന്നു. അതിന് വേദന ഫ്രാൻസിസിന് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഐഡിയൽ മുഴുവൻ കിടക്കുന്നത് ഈ ആദ്യം എഴുതിയ നിയമാവലിയിലാണ്. 24 ചാപ്റ്ററുള്ള നിയമാവലിയിലാണ്. പക്ഷെ അത് ഇവർ അക്സെപ്റ്റ് ചെയ്തില്ല. And he was forced to write this rule of 1223 with 12 chapters. Many things are missing there. അപ്പോൾ എന്ത് ചെയ്തു? മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഒരു will and testament എഴുതി. When I was in sin, it seemed to me too bitter a thing to see leopards, but the Most High himself led me amongst them. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ടെസ്റ്റമെന്റ് എഴുതി. ആ ടെസ്റ്റമെന്റിൽ ഈ 21 എഴുതിയ നിയമാവലിയിലുള്ള ആ കാര്യങ്ങൾ 23 കൊള്ളിക്കാത്ത ആ കാര്യങ്ങളെല്ലാം ഈ ടെസ്റ്റമെന്റിൽ എഴുതി വെച്ചു. ആ ടെസ്റ്റമെന്റിൽ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ദിസ് ഈസ് ഒബ്ലിഗേറ്ററി ഫോർ യു. ദിസ് ഈസ് യു ആർ ബൗണ്ട് ടു ഫോളോ ദാറ്റ്. നിയമാവലിയോട് ഒന്നിച്ച് എന്റെ ടെസ്റ്റമെന്റ് നിങ്ങൾക്ക് ബൈൻഡിങ് ആണെന്ന് എഴുതി വെച്ചു. ദാറ്റ് ഹാപ്പൻസ് ജസ്റ്റ് ബിഫോർ ഹിസ് ഡെത്ത്. 1225 അവസാനമായപ്പോഴാണ് ഈ ടെസ്റ്റമെന്റ് എഴുതിയത്. അപ്പൊ അതും
കഴിഞ്ഞുകൊണ്ട് കാർന്നൂർ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഉണ്ടായിരുന്ന വലിയ കോൺട്രവേഴ്സി ഈസ് ദ ടെസ്റ്റ്മെന്റ് ബൈൻഡിങ് ഓർ നോട്ട്. ഫ്രാൻസിസ് പറയുന്നത് ഇത് ബൈൻഡിങ് ആണ്. അപ്പൊ ഇത് ബൈൻഡിങ് ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടമാനം പ്രിവിലേജസ് നഷ്ടപ്പെടും. ടെസ്റ്റമെന്റിൽ എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് പാടില്ല അത് പാടില്ല എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് there was a very strong group opposing the testament. There was another group supporting the testament. അപ്പൊ പിന്നെ naturally they have to go to a mediator. They went to Pope Gregory the Ninth. ഞാൻ പറഞ്ഞു നേരത്തെ he was the Cardinal Hugolino. He became Pope Gregory the Ninth. അദ്ദേഹത്തിന്റെ അടുക്ക ചെന്നു, പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഞങ്ങളുടെ ഒരു കൂട്ടർ പറയുന്നു ഇത് ബൈൻഡിങ് ആണെന്ന്, മറ്റേ കൂട്ടർ പറയുന്നു ഇത് ബൈൻഡിങ് അല്ലെന്ന്. പിതാവിന്റെ ആ വൈസ് ജഡ്ജ്മെന്റ് തരണമെന്ന് പറഞ്ഞു. പരിശുദ്ധ പിതാവ് ഗ്രെഗറി നയൻത്ത് അദ്ദേഹം പറഞ്ഞു ദിസ് ഈസ് നോട്ട് ബൈൻഡിങ്. അതിന് അദ്ദേഹം രണ്ട് ആർഗ്യുമെന്റ് പറഞ്ഞു. ഒന്ന് ഈസ് an equal has no right over an equal. The first argument. കാരണം ഫ്രാൻസിസ് ഈ ടെസ്റ്റമെന്റ് എഴുതുമ്പോൾ he was just an ordinary friar and therefore he cannot write something binding for everybody. An equal has no right over an equal. The second argument that he put forward is what is to be observed by all must be approved by the majority. അപ്പൊ ഈ രണ്ട് ഇഷ്യൂസ് വന്നുകൊണ്ട് ഈ ടെസ്റ്റമെന്റ് ബൈൻഡിങ് അല്ലെന്ന് പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് പോപ്പ് അവിടെ അങ്ങ് വെച്ചു. പക്ഷേ ആ യുദ്ധം അവസാനിച്ചില്ല. ആ റാഡിക്കൽ ഫ്രൈയേഴ്സ് they kept on insisting whatever the Pope might say, but as far as we are concerned, our Father has told us that it is binding for us and we have to live by that. അപ്പൊ ആ ഒരു ഇഷ്യൂലാണ് ഈ ഡിവിഷൻ വരുന്നത്. ഞങ്ങൾ Capuchins hold on to the testament as well, rule and testament, and that's why we are called a testament people as well. അതാണ് ക്ലബിനച്ച, ഞാൻ ക്ലിയർ ആണോ? വളരെ ക്ലിയർ ആണ്. ഓക്കെ. എന്റെ പേര് സിസ്ലി കുട്ടി. ഞാനൊരു സംശയം ചോദിച്ചോളൂ. പിന്നെ അന്ന് എലിയാസ് ജനറൽ ഈ ഖാരിസം ഡൈല്യൂട്ട് ചെയ്തപ്പോ അത് ഇന്നത്തെ സമൂഹത്തിന് അത് നല്ലതായോ, അതോ ഇന്നത്തെ സമൂഹം അതിനെ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതേപോലെയുള്ള ഖാരിസം വേണമെന്ന് ആഗ്രഹിച്ച് അച്ഛന്മാര് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ടല്ലോ. അതുപോലെ ഒരു ചോദ്യം കൂടി, ഇതേ ഖാരിസത്തിൽ തുടർന്നുകൊണ്ടിരുന്ന ക്ലാരപ്പുണ്യോദർ അവിടെ ആ സിസ്റ്റേഴ്സ് അവർക്ക് ഈ ഡിവിഷൻ ഉണ്ടായിട്ടുണ്ടോ? ഈ എലിയാസിന്റെ ചിന്താഗതി അവർക്ക് വന്നിട്ടുണ്ട്. അത് ബുക്സ് പോലും കൊണ്ടു നടക്കാൻ പാടില്ല, ഒരു ലൈബ്രറി പാടില്ല, അത്രമാത്രം സ്ട്രിക്റ്റ് ആയിരുന്നു. ഫ്രാൻസിസ് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്ക് പുതിയ കെട്ടിടം ഉണ്ടാകുന്നു, ലൈബ്രറി ഉണ്ടാക്കുന്നു. അപ്പോഴത്തേക്ക് ഫ്രാൻസിസിന് ഭയങ്കര ഡെസ്പറേറ്റ് ആയി പോകുന്നു, വിഷമമായി പോകുന്നു. അപ്പൊ അതേ ഒരു ചിന്താഗതി ക്ലാരിസ്റ്റിന്റെ അവിടെ ഫുള്ളായിട്ട് അങ്ങനെയാണ് പോകുന്നത്, അതോ ഒരു ഡിവിഷൻ എലിയാസിന്റെ ചിന്താഗതിയുള്ള ഗ്രൂപ്പും സിസ്റ്റേഴ്സിന് വന്നിട്ടുണ്ടോ? അതാണ് എനിക്ക്. Very good. That's a very good question. Elias is a controversial figure and he died outside the order. He was expelled from the order and he was excommunicated. Eliasina. അദ്ദേഹം വലിയ മനുഷ്യനായിരുന്നു. അതിലുള്ള വ്യത്യാസം, he was a task oriented superior. അദ്ദേഹമാണ് ബസിലിക്ക പണിതതും വലിയ പ്രസ്ഥാനങ്ങൾ പണിതതും യൂണിവേഴ്സിറ്റി ഒക്കെ പണിതതും എല്ലാം. ആസ് യു സെഡ് വെരി റൈറ്റ്ലി, ഫ്രാൻസിസ് ഹോളി ലാൻഡിൽ പോയ സമയത്ത് ഇവിടെ യൂണിവേഴ്സിറ്റി പണിതു, ഇവിടെ ലൈബ്രറി പണിതു, എല്ലാം പണിതു. ഫ്രാൻസിസ് വന്നിട്ട് ഒത്തിരി വിഷമമൊക്കെ ഉണ്ടാക്കി. ദാറ്റ് ഈസ് ഓക്കെ, ബട്ട് യു നോ ദാറ്റ് ആൻഡ് യു കോട്ടഡ് ദാറ്റ്. അതുണ്ടായിരുന്നു. അപ്പോ എലിയാസ് അങ്ങനെ ഒരു നേതൃത്വം കൊടുത്തു. ആൻഡ് ഫൈനലി he had to be expelled from the Franciscan order. He had to be excommunicated by the Pope. അതിനകത്തൊരു in parenthesis I will say, ഇത്രയും വലിയൊരു നേതാവ് ഫ്രാൻസിസ്കൻ ഓർഡറിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എങ്കിലും ആ ഓർഡർ kept on thriving and flourishing. It simply means the order is a project of the Lord, not of any human being. That is the first point that I want to say. ആ ലില്ലിക്കുട്ടി ചോദിച്ച രണ്ടാമത്തെ കാര്യം, ഈ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സിന്റെ ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സ് നമുക്കിവിടെ അധികം ഇല്ല.
Actually, the second order sisters, we have got very few. മറ്റതെല്ലാം ഇപ്പൊ നമ്മൾ ഈ കാക്കനാട് ചെമ്പുമുക്കിലൊക്കെ ഉള്ളത് സെക്കൻഡ് ഓർഡർ അല്ല. സെക്കൻഡ് ഓർഡർ നമുക്ക് ആലുവ പെരുമ്പാവൂർ റൂട്ടിലുള്ള ആ ഒരു കോൺവെന്റ് അവിടെ ഉള്ളൂ. ഇപ്പൊ കൊല്ലത്തുള്ളതായിക്കൊള്ളട്ടെ, കൊല്ലത്ത് നമ്മൾ ആരാധനമഠം എന്ന് പറയും, ചേർത്തലുള്ളതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വെല്ലൂരുള്ളതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മംഗലാപുരത്തുള്ളതായിക്കൊള്ളട്ടെ, ചെമ്പുമുക്കിലുള്ളതായിക്കൊള്ളട്ടെ, they are not actually second order. They are only third orders. But they do. And also, you know, Lilikutti, evolution has to take place. Evolution has to take place. If you do not permit evolution to take place, what happens is revolution will take place. And revolution is nothing but a speeder of evolution. Appo adukonde we must respond to the situations and allow the necessary changes to take place. Necessary changes to take place. പക്ഷെ അങ്ങനെ ഇപ്പോ ലിലിക്കുട്ടി പറഞ്ഞു, ചില അച്ഛന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇങ്ങനെ എടുക്കുന്ന ഈ പുതിയ ആശയങ്ങൾ, അതിനകത്ത് 4 loyalties are required. Loyalty to the charism of the congregation, loyalty to the magisterium of the church, loyalty to the gospel of Jesus Christ, and loyalty to the people of God. ഈ 4 loyalty വേണം. നമ്മൾ എന്ത് അഡാപ്റ്റ്, അതല്ലെങ്കിൽ what happens is most of the adaptations are relaxations. Relaxation that loses the fervor of the congregation. Adaptations വരണം, പക്ഷെ adaptations always loyalty to the gospel of Jesus Christ, loyalty to the magisterium of the church, loyalty to the charism of the congregation, and a loyalty to the people of God. ആ ഒരു പാരാമീറ്റേഴ്സ് വെച്ചിട്ട് മാറ്റം ഉണ്ടാവട്ടെ. That is welcome. That is welcome. We cannot forget our charism. നമ്മളുടെ charism subservient ആയിരിക്കണം എന്ത് ഇന്നോവേഷൻസ് നമ്മൾ കൊണ്ടുവന്നാലും. The charism gives you the identity, and that gives you your authenticity, and that gives you your credibility, and that gives you your efficacy. അപ്പൊ അത് നഷ്ടപ്പെടുത്താൻ പാടില്ല, നഷ്ടപ്പെടുത്താൻ പാടില്ല. Yeah. Thank you. Thank you. ഞാൻ വിശ്വനാഥൻ. ഞാൻ പറഞ്ഞത് ലൗദാത്തോ സി എന്ന് പറഞ്ഞ അച്ഛൻ ഡോക്യുമെന്റിനെ കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. അതുപോലെ തന്നെ ലൗദാത്തോ ദേവും. അപ്പോ ഒരുപാട് പ്രാധാന്യം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വിശുദ്ധന്റെ പേരില് സഭ വിശ്വാസ പരിശീലനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് പ്രകൃതിയെ കുറിച്ചൊക്കെ ആയിട്ട്. പക്ഷെ അച്ഛന്റെ ചോദ്യം ഇതാണ്, അച്ഛൻ ഈ 800 വർഷമായിട്ടും ഈ വിശുദ്ധൻ കാത്തു സൂക്ഷിച്ച വിശുദ്ധി, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, എഴുതി വെച്ച കാര്യങ്ങൾ, തന്റെ പിൻഗാമികൾ, അതിന് ഒരു കോട്ടവും വരാതെ ഈ കാലഘട്ടം വരെയും നിന്നതുകൊണ്ടാണോ സഭ ഇപ്പോഴും ഈ ഫ്രാൻസിസ് എന്ന വിശുദ്ധനെ എടുത്തിരിക്കുന്ന മറ്റു വിശുദ്ധന്മാരെക്കാൾ കൂടുതലായി? അതിലെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. He is relevant for all times. He is relevant for all times and all people. കള്ളന്മാരാണെങ്കിൽ അവരെയും ഫ്രാൻസിസ് എംബ്രേസ് ചെയ്തുകൊണ്ട് കം വി ഹാവ് ഗോട്ട് സം ഗുഡ് വൈൻ, കം ആൻഡ് ഹാവ് സം ഡ്രിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും എംബ്രേസ് ചെയ്യുന്ന ആ ഒരു വലിയ തുറവിയുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകം മുഴുവനും അദ്ദേഹത്തിനെ ആദരിക്കുന്നതും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നതും. There is nothing to be. And also another point, most of the religious congregations, if you analyze, they are known by their work. The Franciscans are known by their founder. അതൊരു വലിയ ചേഞ്ച് ആണ്. മറ്റുള്ള കോൺഗ്രിഗേഷൻസ് they get their identity from the great works that they do. But the Franciscans have got their identity from the founder, that is Francis of Assisi. And he is relevant for all times. All times. അപ്പൊ മോഡറേറ്റർ നമ്മുടെ സമയമായിക്കൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് കൂടി ഞാൻ പറഞ്ഞേക്കട്ടെ ഇതിനോട് ഫ്രം ഫെബ്രുവരി 21 തൊട്ടായിരുന്നല്ലോ ഫ്രാൻസിസ് പിതാവിന്റെ ശരീരം ഒരു മാസത്തേക്ക് വണക്കത്തിന് പൊതുവായിട്ട് വെച്ചത്. ഫെബ്രുവരി 21 ആ ഫെബ്രുവരി 21 നമ്മുടെ തിയോഫിനച്ചനെ പരിശുദ്ധ പിതാവ് ധന്യനായിട്ട് പ്രഖ്യാപിച്ചത്. ഫെബ്രുവരി 21. അതിന്റെ വലിയ ആഘോഷം നമ്മുടെ ആശ്രമത്തിൽ, പൊന്നൂരിന് കപ്പുച്ചിൻ ആശ്രമത്തിൽ വെച്ച് ഏപ്രിൽ 26 നമ്മൾ നടത്തുകയാണ്. നമുക്ക് ക്ഷണിക്കുകയാണല്ലേ? എന്തോ ഞങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ് ഇപ്പോ.
ഞാന് സ്റ്റാൻഡേർഡിന് ഇൻവിറ്റേഷൻ അയച്ചിരുന്നല്ലോ. അതിലേ പറഞ്ഞ നമ്മളെല്ലാവരും ഈ എല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മൾ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയാണ്. ഗ്രൗണ്ട് വേറെ അപ്പുറത്തും ഒക്കെ വെക്കുന്നു. We are expecting quite a number of people. നമ്മുടെ ഈ OFM ക്യാപ്പ് സ്പിരിച്വൽസ് ആണോ അല്ലെങ്കിൽ കൺവെൻച്വൽസ് ആണോ? OFM cap is OFM spirituals. Spirituals are supposed to be, ഇപ്പൊ ആദ്യത്തെ ഡിവിഷൻ വരുന്നത് കൺവെൻച്വൽസും സ്പിരിച്വൽസും ആയിട്ടാണ്. ദാറ്റ്സ് ഒബ്സർവൻസ്. കൺവെൻച്വൽസ് ആൻഡ് ഒബ്സർവൻസ്. ദാറ്റ് ഇസ് 1517 അങ്ങനെ ഒരു ഡിവിഷൻ വരുന്നു. അതിനുശേഷം ഞങ്ങൾ ക്യാപുച്ചിൻസ് വരുന്നു. വി ആർ റാഡിക്കൽ പീപ്പിൾ ആൻഡ് വി ആർ ടെസ്റ്റമെന്റ് പീപ്പിൾ 1528. ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിക്കുന്നു നമ്മളിപ്പോ പ്രതീക്ഷക്കാളും സമയം കൂടുതൽ എടുത്തു എങ്കിലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പ്രസിഡന്റിന്റെ അനുവാദത്തോടുകൂടി നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ 4 നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ആവശ്യമനുസരിച്ച് ഒരെണ്ണം കൂടി വേണമെങ്കിൽ നമുക്ക് വെക്കാൻ സാധിക്കും എന്ന് കരുതുന്നു. റോബിനച്ചന്റെ സംസാരവും ക്ലാരിഫൈ ചെയ്തതൊക്കെ വളരെ കൃത്യമായിരുന്നു, വളരെ സജീവമായിരുന്നു, ഉണർവും ഉന്മേഷവും തരുന്നതായിരുന്നു. അപ്പോ റോബിനച്ചന് ഫോർമലായിട്ടുള്ള നന്ദിയുണ്ട്, എങ്കിലും അവതരണത്തിന് പങ്കുവയ്ക്കലിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുകയും ഈ ക്ലാസ്, ഈ വെബിനാർ സജീവമാക്കുകയും ചെയ്ത എല്ലാവർക്കും ഹൃദയംഗമമായ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.